മഹാഭാരത യുദ്ധം അതിന്റെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഈ ഒരു സീരീസിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വീഡിയോ ഇതായിരിക്കും. ഇത് മാത്രമായിട്ട് കാണാൻ നിൽക്കരുത്. ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ മനസ്സിലാവത്തുള്ളൂ. എന്ന് വെച്ചാൽ മഹാഭാരത യുദ്ധത്തിന്റെ ഒന്നാം ദിവസവും പോരാളികളെ പരിചയപ്പെടുത്തുന്നതും നിയമങ്ങളും തൊട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതിന്റെ ലിങ്ക് ഞാൻ താഴെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അപ്പം കഥയിലേക്ക് കടക്കുകയാണ്. മൂന്നാമത്തെ ദിവസത്തെ യുദ്ധം കൗരവർക്കാണ് മേൽക്കൈ. രണ്ടാമത്തെ ദിവസത്തിലെ യുദ്ധത്തിൽ പാണ്ഡവർക്കായിരുന്നു മേൽക്കൈ. അതിന്റെ ആത്മവിശ്വാസത്തിൽ ചന്ദ്രന്റെ ആകൃതിയിൽ ചാന്ദ്രവ്യൂഹം നിർമ്മിച്ചുകൊണ്ടാണ്, അതായത് ക്രസന്റ് ഷേപ്പിൽ ചാന്ദ്രവ്യൂഹം നിർമ്മിച്ചുകൊണ്ടാണ് പാണ്ഡവർ യുദ്ധത്തിന് വരുന്നത്. അതേസമയം ഭീഷ്മര് അവിടെ നിന്നും ഗരുഡന്റെ ആകൃതിയിൽ ഗരുഡ വ്യൂഹം നിർമ്മിച്ച് പാണ്ഡവരെ ആക്രമിക്കാൻ വരുന്നു. ഈ രണ്ട് സേനകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ, മഹാഭാരത യുദ്ധത്തിന്റെ മൂന്നാം ദിവസത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പാണ്ഡവർക്കാണ് മേൽക്കൈ. പിന്നീട് കൗരവര് മേൽക്കൈ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്യൂഹത്തിന്റെ മധ്യത്തിൽ, ചാന്ദ്രവ്യൂഹത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അർജുനൻ കൗരവ സേനയെ ആക്രമിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രണ്ടാമത്തെ ദിവസം യുദ്ധം അവസാനിപ്പിക്കുമ്പം പാണ്ഡവർക്ക് വളരെ വലിയ മേൽക്കൈയാണ്. ഇതിന്റെ ആത്മവിശ്വാസം കാരണം പാണ്ഡവ സേന വളരെ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാത്യകി, കഴിഞ്ഞ ദിവസത്തെ ഹീറോ സാത്യകിയും അഭിമന്യുവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഗാന്ധാര സേനയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലെത്തി. അവർ രണ്ടും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഒരു വശത്ത് സാത്യകിയും അഭിമന്യുവും കൂടി ചേർന്ന് കൗരവരുടെ മറ്റു മഹാരാജന്മാരെ എല്ലാം നേരിടാൻ പോകുന്ന അവസ്ഥയിൽ ഭീമനും ഭീമന്റെ പുത്രനായ ഘടോൽകചനും ചേർന്ന് ദുര്യോധനനെ നേരിടാൻ പോകുന്നു. എടേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സീരിയലിൽ കാണുന്നത് പോലെ ഘടോൽകചൻ യുദ്ധം എങ്ങാണ്ട് അവസാനിക്കാറായപ്പോഴല്ല കയറി വന്നത്. അതായത് മരിക്കുന്നതിന് മുന്നേ ഉള്ള രാത്രിയിലല്ല ഘടോൽകചൻ കയറി വരുന്നത്. നാലാമത്തെ ദിവസത്തിലൊക്കെ ഘടോൽകചൻ വളരെ വികരസായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ദിവസത്തെ യുദ്ധത്തിലും ഘടോൽകചനും ഭീമനും ഒരുമിച്ച് നിന്നാണ് ദുര്യോധനനെ നേരിടാൻ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, കാരണം പോട്ടെ, ഈ തുടക്കം മുതൽ തന്നെ ഘടോൽകചൻ യുദ്ധത്തിലുണ്ട്. പിന്നെ രാത്രി യുദ്ധമാണ് അന്ന് നടന്നത്. രാത്രി യുദ്ധത്തിൽ ഘടോൽകചൻ രാക്ഷസനായതുകൊണ്ടും മായാവിദ്യകളിൽ കേമനായതുകൊണ്ടും മറ്റാർക്കും തൊടാൻ പറ്റാത്തത്ര ഒരു രൂപത്തിലേക്ക് ഘടോൽകചൻ വളർന്നതാണ് അവസാനം. അത് പോട്ടെ, നമ്മൾ അതിന്റെ പിന്നാലെ അങ്ങ് പോവും. അപ്പം യുദ്ധം നടക്കുവാണല്ലോ. ഒരു വശത്ത് അർജുനൻ മുന്നേറുന്നു, മറുവശത്ത് ഭീഷ്മര് വളരെ മൈൽഡായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനസ്സ് എപ്പോഴും ഭീഷ്മരുടേത് പാണ്ഡവർക്കൊപ്പമാണ്. അത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ദുര്യോധനനെ നേരിടുന്നത് ആരൊക്കെയാണ്? ഘടോൽകചനും ഭീമനും ചേർന്നാണ്. ഘടോൽകചൻ ഒരു സൈഡിൽ കൂടെ ദുര്യോധനന്റെ മറ്റ് അംഗരക്ഷകരെയും ആളുകളെയൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഘോരമായിട്ടുള്ള ധനുർ യുദ്ധം, അതായത് അമ്പും വില്ലും ഉപയോഗിച്ചുകൊണ്ട് ദുര്യോധനനും ഭീമനും തമ്മിൽ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. മഹാഭാരതത്തിൽ അണ്ടർ റേറ്റഡ് ധനുർധാരികളാണ് നമ്മുടെ ദുര്യോധനനും ഭീമനും. രണ്ടാളുകളും ധനുസ് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതാണ്. രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ വിഗ്രസായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പം ഭീമന്റെ അസ്ത്രമേറ്റ് ദുര്യോധനൻ തേർത്തട്ടിൽ തളർന്നു വീഴുന്നുണ്ട്. അതായത് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു അസ്ത്രമാണ് ഭീമൻ ദുര്യോധനന് നേരെ അയക്കുന്നത്. ദുര്യോധനൻ അവിടെ വീണ് പോകുമ്പം, തങ്ങളുടെ രാജാവ് വീണ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എടുത്തോണ്ട് പോവുക എന്നുള്ളത് തേരാളിയുടെ ഉത്തരവാദിത്വമാണ്. അപ്പം ഇനിയും അവിടെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ദുര്യോധനന്റെ തേരാളി ദുര്യോധനനെ എടുത്തുകൊണ്ട് പിന്തിരിഞ്ഞു പോകും. ഈ ഒരു അവസ്ഥയിൽ തങ്ങളുടെ രാജാവ് ഓടിപ്പോയത് കണ്ട് കൗരവരുടെ പടയാളികൾ മുഴുവൻ ഭയചകിതരായിട്ട് അവരും പടക്കളം വിട്ട് ഓടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പം അങ്ങനെ കൗരവ സേന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പിന്നിലേക്ക് ഓടുന്ന സാഹചര്യത്തിൽ ദുര്യോധനൻ ഇത് കണ്ട് ക്രുദ്ധനായിട്ട് ഭീഷ്മരുടെ അരികിലേക്ക് വരികയാണ്. വളരെ മോശം, വളരെ പരുഷമായിട്ട് ഭീഷ്മരോട് ദുര്യോധനൻ സംസാരിക്കുകയാണ്. നിങ്ങൾ ചതിയനാണ്, ഹസ്തിനപുര സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിനോടൊപ്പം നിൽക്കും എന്നൊക്കെ ശപഥം ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഫേവറിസം, പക്ഷപാതം കാണിച്ചുകൊണ്ട് പാണ്ഡവർക്ക് അനുകൂലമായി നിങ്ങളുടെ വിദ്യയിൽ പോലും നിങ്ങൾ കളങ്കം കാണിക്കുന്നു, നിങ്ങളുടെ പ്രതിജ്ഞയെ നിങ്ങൾ തെറ്റിക്കുന്നു, നിങ്ങളുടെ വിദ്യയെ തെറ്റിക്കുന്നു, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് വളരെ മോശമായിട്ട് ഭീഷ്മരെ ദുര്യോധനൻ അപമാനിക്കുന്നുണ്ട്. ഈ അപമാനം കാരണം ഭീഷ്മര് ക്രുദ്ധരാവുന്നു. ഭീഷ്മർ അപ്പോൾ പറയും, നിന്റെ ഈ പരുഷമായ വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു യുദ്ധം ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പാണ്ഡവരുടെ സേനയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശക്തി എനിക്കുണ്ട്, ഞാനത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഭീഷ്മര് ഇറങ്ങി കൊലത്തൂക്ക് തുടങ്ങും. ലിറ്ററലി കൊലത്തൂക്ക്. കാരണം ഭീഷ്മര് പിന്നെ പാണ്ഡവ സേനയെ അറത്തു വിടുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം പാണ്ഡവ സേനയെ നിമിഷങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് പാണ്ഡവ സൈനികരെ ഭീഷ്മര് കൊന്നു തള്ളുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ കൊന്നുതള്ളൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭീഷ്മരെ തടയാൻ പറ്റിയ ഒരു പ്രതിയോഗി പാണ്ഡവരുടെ നിരയിലുള്ളത് ആരാണ്? അർജുനനാണേ.
അർജുനൻ വരികയാണ്. പക്ഷെ അർജുനനും ഭീഷ്മരെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അർജുനൻ ഭീഷ്മർക്ക് മുന്നിൽ പരാജയപ്പെട്ടു. അപ്പം പാണ്ഡവസേന ഭയങ്കരമായിട്ട് തകർന്നു പോയി. കാരണം തങ്ങളുടെ ഏറ്റവും വലിയ പോരാളിയായിട്ടുള്ള അർജുനൻ ഭീഷ്മരുടെ മുന്നിൽ പരാജയപ്പെട്ടു. പിന്നെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതി ഓടുന്ന സാഹചര്യത്തിൽ കൃഷ്ണൻ കാര്യം മനസ്സിലാക്കും. എന്ത്, ഒരു പൂർണ്ണമായിട്ടുള്ള മനസ്സോടെയും ആത്മവിശ്വാസത്തോടും കൂടിയല്ല അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൃഷ്ണൻ അർജുനനെ കുറെ വഴക്ക് പറയും. നിന്നെ കൊണ്ടൊന്നും ഒരു കഥയില്ലടേ, നീ പോടാ. ഞാനത് സർക്കാസ്റ്റിക്കലി പറഞ്ഞതാണ്. ഈ ഒരു യുദ്ധം നിന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാർത്ഥ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളെന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണൻ മറ്റേ വിഷ്ണു രൂപം കൊണ്ടിട്ട് സുദർശന ചക്രം എടുത്തുകൊണ്ട് ഭീഷ്മരുടെ തല ഇറക്കാൻ ഇറങ്ങി വന്നു. ആ സമയത്ത് ഭീഷ്മര് ആയുധങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്ത് നിരായുധനായിട്ട് തീർത്തിട്ടിൽ നിന്ന്. അപ്പം ഭീഷ്മരെ കൃഷ്ണൻ കൊല്ലും എന്ന ഘട്ടത്തിലേക്ക് ഈ സാധനവും കൊണ്ടുവരികയാണ്. ഈ സാധനവും കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഏകദേശം 10 അടി എത്തുമ്പോഴത്തേക്ക് കൃഷ്ണന്റെ കാലിലേക്ക് അർജുനൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയും. അയ്യോ കൊല്ലല്ലേ, അങ്ങനല്ല, അയ്യോ പിതാമഹനെ അധർമ്മത്തിലൂടെ കൊല്ലല്ലേ, മാധവ നിങ്ങൾ വാക്ക് തന്നിട്ടുണ്ടായിരുന്നു ആയുധം ഉപയോഗിക്കില്ല. ഇനിയിപ്പം ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പോലും മറ്റുള്ളവർ പറയും വാഗ്ദാന ലംഘനം നടത്തി മാധവനാണ് ഭീഷ്മരെ കൊന്നതെന്ന്. അപ്പം രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കും. അർജുനൻ കൃഷ്ണന്റെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അർജുനൻ പറയും എന്നാ ഞാൻ കൊല്ലത്തില്ല, പക്ഷെ നീ നിന്റെ ഫുൾ സ്പിരിറ്റിൽ ഫൈറ്റ് ചെയ്യണം എന്ന് പറയും. അങ്ങനെ അർജുനനും ഭീഷ്മരും തമ്മിൽ ഫുൾ സ്പിരിറ്റിലുള്ള ഫൈറ്റ് നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റെടുത്ത് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് എവിടെ വരെ പോയി, അന്നത്തെ ദിവസത്തെ സൂര്യാസ്തമയം വരെ പോയി. പക്ഷേ ആളുകളുടെ നാശത്തിന്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ പാണ്ഡവർ ഒരുപാട് ആളുകൾ അന്നത്തെ ദിവസം മരിച്ചു വീണത് കൊണ്ട് തന്നെ ആ ദിവസത്തെ യുദ്ധത്തിന്റെ വിജയത്തിന്റെ ഭേരി പോയത് കൗരവർക്കരിയിലേക്കാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം പണി മൊത്തത്തിൽ പാളി. ഭീമൻ 8 കൗരവരെ പിറ്റേന്നത്തെ ദിവസം കൊന്നു തള്ളുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ വിജയം കൗരവർ കാണുമെങ്കിൽ പോലും തൊട്ടടുത്ത ദിവസം പാണ്ഡവരുടെ ശക്തമായ തിരിച്ചുവരവുണ്ട്. ഘടോൽക്കചനും ഭീമനും ചേർന്ന് കൗരവ സേനയ്ക്ക് വരുത്തുന്ന നാശങ്ങളാണ് നാളത്തെ അധ്യായത്തിൽ മെയിനായിട്ട് വരുന്നത്. അപ്പം ഇന്ന് കൊച്ചുവെളുപ്പിനെ എഴുന്നേറ്റ് പാതി ഉറക്കത്തിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യാൻ കെട്ടിക്കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ നേരത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം തെറ്റുകുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ കോണ്ടന്റ് സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനകത്ത് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ പ്രസൻറ്റേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നടേ.